ഗ്ലോബൽ മലയാളി ന്യൂസിലേക്ക് സ്വാഗതം. പ്രിയപ്പെട്ട സുരേഷ് ഗോപി സാർ, അല്ലെങ്കിൽ സുരേഷ് ഗോപി അവർകൾ, അങ്ങ് മന്ത്രിയാണ്. നേരത്തെ MP ആയിരുന്നു, ഇപ്പോൾ MP ആയി മന്ത്രിയാളാണ്. പാർലമെൻറ്റിൽ മത്സരിച്ച് MP ആയി മന്ത്രിയാളാണ്. നേരത്തെ രാജ്യസഭയിൽ MP ആയിരുന്നു. അങ്ങയുടെ എല്ലാ പെർഫോമൻസും വളരെ മനോഹരമാണ്, ഉയർന്ന തലത്തിലുള്ളതാണ്. പാവപ്പെട്ടവരുടെ കാര്യത്തിൽ അങ്ങ് വളരെ കൺസേൺ ഉള്ള ആളാണ്. വ്യക്തിപരമായി പോലും ധാരാളം പണം പാവപ്പെട്ടവർക്ക് കൊടുക്കുന്ന ആളാണ്, കൊടുത്തിട്ടുള്ള ആളാണ്. മിമിക്രി കലാകാരന്മാർക്ക് താങ്കൾ പൈസ കൊടുത്തു, സിനിമയിലെ പലർക്കും കൊടുത്തു. വലിയ സുരേഷ് ഏട്ടൻ എന്നാണ് എല്ലാവരും വിളിക്കുന്നത്, സുരേഷ് ഗോപി എന്ന് പോലും പറയാറില്ല. വളരെ വലിയ വ്യക്തിത്വമാണ്. പക്ഷേ താങ്കൾ ഈ നിവേദനങ്ങൾ വാങ്ങുന്നതിൽ ഒരു അല്പത്തരമുണ്ട്, അല്ലെങ്കിൽ ഒരു ശരിയല്ല. അല്പത്തരമെന്നല്ല, ഒരു ശരിയല്ല. താങ്കളിൽ നിവേദനം തന്നാൽ ഉടനെ താങ്കൾ പറയും എനിക്ക് ഓഫീസില്ല, എനിക്ക് ഇത് സംവിധാനമില്ല, എൻ്റെ തന്നിട്ട് കാര്യമില്ല. അങ്ങനല്ല. സാറിന് ഓഫീസ് ഉണ്ടാകണം. സാർ മന്ത്രിയല്ലേ. അപ്പോൾ തിരുവനന്തപുരത്ത് സാറിന് ഓഫീസ് ഉണ്ടാവണം, ഡൽഹിയിൽ ഓഫീസ് ഉണ്ടാവണം, MPക്ക് ഓഫീസ് ഉണ്ടാവണം. ആളുകൾ പരസ്യമായി തരുന്ന മെമ്മോറാണ്ടങ്ങൾ വാങ്ങുക തന്നെ ചെയ്യണം. നിവേദനം, എല്ലാ നിവേദനവും ചെയ്തു കൊടുക്കാൻ പറ്റില്ല എന്ന് തരുന്നവർക്കും അറിയാം. സകല നിവേദനം കൊടുക്കുന്ന സകല നിവേദനവും പാസ്സാവില്ല. പക്ഷേ അവർക്കൊരു ആത്മസംതൃപ്തി, ആരോടെങ്കിലും ഒന്ന് പറയണമല്ലോ. പറഞ്ഞാൽ എന്തെങ്കിലും ഒരു നേട്ടം ഉണ്ടാവുമോ എന്നുള്ളൊരു മനുഷ്യൻ്റെ അവസാനത്തെ അത്താണിയാണ് മനുഷ്യൻ്റെ. മന്ത്രിമാരും MLA മാരും MP മാരെന്ന് പറയുന്നത് ജനാധിപത്യത്തിൽ ആവലാതിക്കാരൻ്റെ അവസാനത്തെ അത്താണിയാണ്. അങ്ങനെ വരുമ്പോൾ അത് വായിച്ചിട്ട് നോക്കിയിട്ട് തിരിച്ചു കൊടുക്കുന്നതോ അല്ലെങ്കിൽ മറ്റ് വേറെ ആരെങ്കിലും മാറ്റി വയ്ക്കുന്നത് ശരിയല്ല. അങ്ങേക്ക് കരുന്ന കത്തുകൾ കൃത്യമായി അങ്ങ് ഫോളോ അപ്പ് ചെയ്യാൻ വേണ്ടി കവർ ലെറ്ററിൽ വെച്ച് മറ്റുള്ളവർക്ക് കൊടുക്കാം. അങ്ങേക്ക് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ അങ്ങേക്ക് അത് ചെയ്യാം, ഫോളോ അപ്പ് ചെയ്യാം. കവറിംഗ് ലെറ്റർ വെച്ച് കൊടുത്താൽ അത് വളരെ കൃത്യമായി അങ്ങയുടെ PAയും സംവിധാനം വെച്ച് അത് ഫോളോ അപ്പ് ചെയ്യണം. ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത്. പക്ഷേ പലപ്പോഴും അങ്ങത് ചെയ്യുന്നില്ല. ഒരു സ്ഥലത്ത് വെച്ച് അങ്ങേക്കൊരു അപേക്ഷ, ഒരു നിവേദനം പൊതുകാര്യത്തിനാണ്, അല്ലാതെ ഒരു വ്യക്തിയുടെ കാര്യം പോലുമല്ല. നിവേദനം തന്നപ്പോൾ അങ്ങ് പറഞ്ഞതായിട്ട് അറിഞ്ഞു, ഇത് പാർട്ടി വഴിയാണ് കൊടുക്കേണ്ടത്, ഞാൻ നേരിട്ട് എൻ്റെ തരേണ്ടതല്ല എന്ന് പറഞ്ഞു. പിന്നെ ഒരു സ്ഥലത്ത് വെച്ച് പറഞ്ഞു അത് എൻ്റെതല്ല, പഞ്ചായത്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. ശരിക്കും പഞ്ചായത്തായിരിക്കും ചെയ്യേണ്ടത്. പക്ഷേ അങ്ങ് ഒരു കത്തും കൂടെ വെച്ച് കൊടുക്കണം. ചിലപ്പോൾ അങ്ങ് കത്ത് വെച്ചാൽ, കത്ത് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ പഞ്ചായത്തിനെ എടുത്ത് ദൂരക്കളയോ, അത് വേറെ വിഷയം. പക്ഷെ അങ്ങേക്ക് ലഭിച്ചതാണല്ലോ. എന്തായാലും അത്തരത്തിൽ ഒരു നിവേദനങ്ങൾ ജനങ്ങളിൽ നിന്ന് വാങ്ങുന്ന ഒരു ശീലം കൂടി ഉണ്ടാകണം. അപ്പോൾ ഒരു പ്രശ്നമുണ്ട്. അങ്ങനെ വാങ്ങാൻ നിന്നാൽ ആയിരക്കണക്കിന് നിവേദനം വരും, അത് വേറൊരു വിഷയമുണ്ട്. പക്ഷേ അതിലൊരു ബാലൻസിങ് ജനങ്ങളും ചെയ്യണം. കണ്ണിൽ കണ്ട കാര്യങ്ങൾക്കെല്ലാം മേൽക്കുറ്റി പോയതിനും പോസ്റ്റിൽ ലൈറ്റ് ഇല്ലാത്തതിനും എല്ലാം കേന്ദ്രമന്ത്രിക്കും സുരേഷ് ഗോപിക്കും മെമ്മോറാണ്ടം കൊടുത്ത് ശരിയാക്കാമെന്ന് ജനങ്ങളും വിചാരിക്കരുത്. ഏറ്റവും കാഠിന്യമായിട്ടുള്ള, ഏറ്റവും രൂക്ഷമായിട്ടുള്ള, തീവ്രമായിട്ടുള്ള പ്രശ്നങ്ങൾ മാത്രം ശ്രദ്ധപ്പെടുത്തുകയും അതിന് പരിഹാരം തേടുകയും ചെയ്യണം. എന്തായാലും കേന്ദ്രമന്ത്രി ഈ നിവേദനങ്ങൾ വാങ്ങുന്നതിൽ വളരെ പിശുക്കനാണ്. ആ പിശുക്ക് ജനാധിപത്യത്തിൽ ശരിയല്ല. നന്നായി നിവേദനങ്ങൾ വാങ്ങുക, കഴിയുന്നത്ര സഹായം ആളുകൾക്ക് ചെയ്തു കൊടുക്കുക തന്നെ വേണം.